നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്തിരിക്കുന്നു. ആരാധകർ കാത്തിരുന്ന ഒരു വാർത്തയാണ്. ഹയോസ് പുറത്തു പോവുക, പുതിയ കോച്ച് വേണമെന്നുള്ളത്. ഇപ്പോൾ ആ പ്രഖ്യാപനം ഒഫീഷ്യലി നടത്തിയിരിക്കുകയാണ്. കിലി ഗോൺസാലസ് അവരുടെ പുതിയ കോച്ചായിട്ട് വരും. അതേസമയം ക്ലബ് ഇൻഫോം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വിസ ആൻഡ് നെസറി ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം വർക്ക് പെർമിറ്റ് എടുത്ത് ടീമിൻ്റെ കോച്ചാവും. അതുവരെ നിലവിലെ കോച്ച് തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇന്റർ മയാമി അറിയിക്കുന്നുണ്ട്. ഇന്റർ മയാമിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് ആരാണ് കിലി ഗോൺസാലസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഏതായാലും മയാമി ഇപ്പം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്റർ മയാമി പുതിയ കോച്ചിനെ വെച്ചിരിക്കുന്നു. ഇന്റർ മയാമി അനൗൺസ്ഡ് ടുഡേ ദാറ്റ് ഇറ്റ് ഹാസ് റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് Christian Alberto Kili Gonzalez to become club's new first team head coach. Gonzalez officially assume his duties once he receives the corresponding work permits എന്ന് പറയുന്നു. എന്നിട്ട് ഗുയർമോ ഹോയോസ് പ്രൊവിഷണലി ആ ഒരു ചാർജിൽ കണ്ടിന്യൂ ചെയ്യും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ ആരാധകരൊക്കെ വളരെ വളരെ അത്യാവശ്യമായിട്ട് കോച്ചിനെ മാറ്റണം എന്നുള്ളത് സമീപകാലത്ത് ചില പ്രകടനങ്ങൾ കൊണ്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പുതിയ കോച്ച് ആരാണ് എന്ന് ചോദിച്ചാൽ പുതിയ കോച്ച് ക്രിസ്ത്യൻ ഗോൺസാലസ്. അദ്ദേഹം 52കാരനായിട്ടുള്ള റൊസാരിയോക്കാരനാണ്. ലയണൽ മെസ്സിയുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള കിലി ഗോൺസാലസ് വരുന്നു. അദ്ദേഹം ഇതിനു മുമ്പ് പ്രധാനമായും പരിശീലിപ്പിച്ചിട്ടുള്ള റൊസാരിയോ സെൻട്രലിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2020-2022 കാലഘട്ടത്തിൽ അത്ലറ്റിക്കോ സെൻറ്റാഫയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2023-2025 കാലഘട്ടത്തിൽ പ്ലേറ്റൻസിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2025 ചുരുക്കത്തിൽ അർജന്റീൻ ഫുട്ബോളിൽ നല്ല രൂപത്തിൽ പരിചയമുള്ള ഒരാൾ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇന്റർ മയാമി പുതിയ കോച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.